EMS മന്ത്രിസഭ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഏപ്രിൽ 4-ാം തീയതിയാണ് കുടിയൊഴിപ്പിക്കൽ നിരോധിച്ചുകൊണ്ടുള്ള ഓർഡിനൻസ് പുറത്തുവരുന്നത്. ഒരാൾക്ക് ഭൂമി കൈവശം വെക്കാവുന്ന മൊത്തം ഭൂമിയുടെ പരിധി നിശ്ചയിക്കും. ബാക്കിയുള്ള ഭൂമി ഏതാണ്ട് 11 ലക്ഷം ഹെക്ടർ, അന്നത്തെ കണക്കനുസരിച്ച് 11 ലക്ഷം ഹെക്ടർ ഭൂമി എന്ന് പറയുന്നത് അത് മിച്ചഭൂമിയായിട്ട് മാറും. അത് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു. ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് അതത് പ്രദേശങ്ങളിൽ വാക്കാനായിട്ട് ഇന്ന സ്ഥലത്ത് കുടികിടപ്പുകാരനാണ് തെളിയിക്കാവുന്ന ആർക്കും ഈ ഭൂമി യഥാർത്ഥത്തിൽ വിതരണം ചെയ്യും. ഇതിനെ എതിർത്തത് ആദ്യം നിയമസഭയിൽ എതിർത്തത് കോൺഗ്രസിൽ നിന്നാണ് ബ്ലോക്ക് ചെയ്യപ്പെട്ടത്. നമ്മൾ വ്യക്തമായിട്ടത് കാണാൻ പറ്റും. ഒന്ന്, കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന ജന്മിവർഗം ഏതാണ്ട് മുഴുവനും കോൺഗ്രസിനെ പിന്തുണച്ചു. തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തിലുള്ള സവർണ വിഭാഗത്തിൽപ്പെട്ടവർ മുഴുവനും ഏതാണ്ട് ബില്ലിനെ എതിർക്കുകയും, മലബാറിലും അതേ വിഭാഗം തന്നെ അവർ പലരും കോൺഗ്രസ്സുകാരുമായിരുന്നു, അവരും ചേർന്നിട്ടാണ് അതിശക്തമായ രീതിയിലുള്ള ഇതിനെതിരായിട്ടുള്ള മുന്നേറ്റം നടത്തി മുഴുവൻ. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ജന്മിവർഗത്തിന്റെ കൂടെയാണ് കോൺഗ്രസ് വന്നത് എന്നുള്ളത് വ്യക്തം. നമ്മള് അതിന്റെ വിശദാംശം ഇപ്പോൾ വിമോചന സമരം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് ഈ കാർഷിക ബന്ധ ബില്ലിനെ പൊളിക്കാനുള്ള ഒരു സമരം കൂടിയായിരുന്നു. അത് നടപ്പിലാക്കരുത് എന്നുള്ള ലക്ഷ്യത്തിന് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ കൃഷിക്കാരൻ ബില്ലിനെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനെ അത്തരത്തിലുണ്ടായി വരുന്ന വലിയൊരു ജനകീയ മുന്നേറ്റമായിട്ട് വരുന്നു എന്ന് കണ്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവര് മറ്റൊരു പ്രയോഗം അതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ ക്രിസ്ത്യൻ സഭാ മേലധ്യക്ഷന്മാര്, നായർ, മന്നത്ത് പത്മനാഭനെ പോലെയുള്ള നായർ, NSSന്റെ പ്രമാണിമാര്, അത്തരത്തിലുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു സമരമാക്കി അതിനെ മാറ്റുകയാണ്. ജന്മിമാര് ഈ ക്ലാസ് ഇഷ്യൂ മാത്രം അതിനെ പ്രൊജക്ട് ചെയ്തിരുന്നത് ജന്മിമാര് ന്യൂനപക്ഷമാണ്. അവർക്ക് കാര്യമായിട്ടുള്ള പിന്തുണ കിട്ടില്ല. അപ്പൊ അത് കമ്മ്യൂണിറ്റി ആയിട്ട് ഇഷ്യൂ ആക്കി മാറ്റിയാൽ, ഇപ്പൊ നായർ ജന്മിമാരുടെ പ്രശ്നം നായന്മാരുടെ ഇഷ്യൂ ആക്കി മാറ്റുന്നു, ക്രിസ്ത്യൻ ജന്മിമാരുടെ പ്രശ്നം ക്രിസ്ത്യാനികളുടെ ഇഷ്യൂ ആക്കി മാറ്റുന്നു എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതൊരു കമ്മ്യൂണിസ്റ്റ് വേഴ്സസ് കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ ഇഷ്യൂ ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ കാർഷിക ബന്ധ ബില്ലിന്റെ ഇതും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും രണ്ടും കമ്മ്യൂണിറ്റിക്കെതിരാണെന്ന് വരുന്നു. ജന്മി എന്ന് പറയുന്ന ആളങ്ങ് മാറ്റി നിർത്തുന്നു. ജന്മി എന്ന് പറയുന്നതിന് പേര് കമ്മ്യൂണിറ്റിക്കെതിരായിട്ടുള്ള പ്രശ്നമാക്കി അതിനെ മാറ്റുന്നു. അങ്ങനെ ജനങ്ങളെ സംഘടിപ്പിക്കുക എന്ന് പറയുന്ന വളരെ കുടിലമായിട്ടുള്ള ഒരു തന്ത്രമാണ് യഥാർത്ഥത്തിൽ വിമോചന സമരകാലത്ത് ചെയ്ത് കാണും.